വേണ്ട നിൽക്കുന്നു. വില കൂടുകയും കുറയുകയും ചെയ്യുന്ന സാധനം പൊന്നാണ്. എല്ലാരും ചേർന്ന് അറ്റാക്ക്. ഈ കള്ളൻ വളരെ വലുതാണ്. കന്നാ സാറിന് ശരിക്കും വിസിലടിക്കാൻ അറിയില്ല. ദൈ ഞാൻ കാണിച്ചുതരാം. എന്റെ ഹണി, കന്നാ സാറ് ചൂള പഠിക്കാനല്ല പറഞ്ഞത്, മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. പക്ഷെ എന്തിനാ അങ്ങനെ പറഞ്ഞേ? നിങ്ങളിപ്പോ ഇവിടുന്ന് പോയി, എനിക്ക് വാതിൽ തുറക്കാൻ പറ്റില്ല. കന്നാ സാറേ എന്ത് പറ്റി? ബാങ്കിലുള്ള 100 കോടി രൂപ ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. ഖന്നാ സാറിനെ കുറിച്ച് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സാറ് സ്വന്തം ബാങ്കിൽ നിന്ന് തന്നെ 100 കോടി രൂപ കൊള്ളയടിച്ചെന്നോ? എടാ കൊള്ളയടിച്ചല്ല, എടുത്തോണ്ട് വന്നതാ. ഇതിനെയാ കൊള്ളയടിക്കലെന്ന് പറയുന്നത്. നിങ്ങൾ ഈ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല കന്നാ സാറേ. നിങ്ങളൊരു നല്ല മനുഷ്യനായിരുന്നല്ലോ. പക്ഷെ ഇനി സാർ അറസ്റ്റിലാവും, ഇത് കേസാകും, ജയിലിൽ പോവും. പിന്നെ 50 വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങും. വായിലാണെ പല്ലും ഉണ്ടാവില്ല, ആരോഗ്യം ഉണ്ടാവില്ല. കിറ്റി പോലും കന്നാ സാറിനെ കണ്ട ഭാവം പോലും നടിക്കില്ല. ഈ ജീവിതം കൊണ്ട് എന്താണ് ഫലം? പറയൂ, എന്താണ് ഫലമുള്ളത്? അത്യാഗ്രഹം മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്നു. സംശയമുണ്ടോ? നിനക്കെന്ത് തോന്നുന്നു സോർദാർ? എനിക്ക് തോന്നുന്നത് എവിടെയോ പുലാവ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. പുലാവിന്റെ കാര്യം വിടറാ. കന്നാ സാറിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ വീഴ്ചയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. കന്നാ സാറിന് ഞാൻ മനസ്സിലാക്കി കൊടുക്കാൻ കൊച്ചല്ലേ. വേണ്ട, ഇത് മനസ്സിലാവാനോ മനസ്സിലാക്കാനോ ഉള്ള സമയമല്ല. കന്നാ സാറേ, സാറ് പോക്കിരി, കള്ളൻ, ചതിയൻ, കൊള്ളക്കാരൻ, അയ്യോ ഇതൊന്നുമല്ല. ഒരു നല്ല മനുഷ്യനല്ലേ, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്റെ പിള്ളേരെ, ഞാൻ ബാങ്കിൽ നിന്ന് 100 കോടി രൂപ എടുത്തോണ്ട് വരികയായിരുന്നു. അപ്പ സാറിന് അത്യാഗ്രഹം വന്നു. മറ്റൊരാളുടെ സ്വത്തിൽ കണ്ണുവെക്കുന്നത് അതാരാണെങ്കിലും അവർക്കെല്ലാം പട്ടിണി തന്നെ ഫലം. സംശയമുണ്ടോ? ഞാൻ പറയുന്ന ഫുള്ളായിട്ടത് കേക്ക്. കേക്ക് കഴിച്ചിട്ട് കുറെ ദിവസമായി. എന്റെ സഹോദരേ, അദ്ദേഹം കഴിക്കുന്ന കേക്കിന്റെ കാര്യമല്ല പറഞ്ഞത്, മുഴുവൻ കാര്യങ്ങളും കേൾക്കാനാ പറഞ്ഞത്. ഞാൻ ട്രാഫിക്കിൽ ലേറ്റ് ആയി പോയി, ബാങ്കും അടച്ചു പോയി. ഹെഡ് ഓഫീസിലെ മാനേജർ പറഞ്ഞു കാശ് തൽക്കാലം വീട്ടിൽ വെച്ചാൽ മതിയെന്ന്, രാവിലെ ഹാൻഡ് ഓവർ ചെയ്താൽ മതിയെന്ന്. അതെന്താണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? മൊബൈലിലാണെങ്കിൽ ചാർജും ഇല്ല, ബാറ്ററി ലോ. രാത്രി അങ്ങനെ എന്റെ പൈസ മോഷണം പോയാലോ? എന്നാ സാറ് തീർന്നു. ജീവിതകാലം മുഴുവൻ സാർ ആ ബാങ്കിൽ ജോലി ചെയ്താൽ പോലും ഈ കാശിന്റെ 7 അയലത്ത് വരില്ല. സാറിന്റെ തലവര സാർ തന്നെ ഇപ്പോൾ കാലുകൊണ്ട് ചവിട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? എന്റെ അമ്മേ, വെള്ളം കാണുന്ന കുതിര എന്തിനാ വെറുതെ കുതിക്കുന്നത്? പേടിച്ചിരിക്കുന്ന എന്നെ എന്തിനാ വീണ്ടും വീണ്ടും പേടിപ്പിക്കുന്നത്? ബഹളം ഉണ്ടാക്കരുത്. സാർ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട കന്നാ സാറേ. ഞങ്ങൾ രാത്രി മുഴുവൻ സാറിന്റെ കൂടെ ഇരുന്ന് ഈ കാശ് നോക്കിക്കോളാം. പറഞ്ഞു കേട്ടിട്ടില്ലേ? 1-ൽ പിഴച്ചാൽ 2, 2-ൽ പിഴച്ചാൽ 4. ഞങ്ങളാണെങ്കിൽ ഓൾറെഡി 4 പേരുണ്ട്. സംശയമുണ്ടോ? കേരളത്തിന്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം ജില്ല. നിങ്ങളുടെ ഐഡിയ അത്ര മോശമൊന്നും അല്ല. ആരും കൈയടിക്കണ്ട. ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് വാ. മഹാപാപി, പരമദുഷ്ട. കിറ്റി അവളുടെ റൂമിൽ നിന്ന് പുറത്താക്കിയിട്ട് സൂട്ട് കേസിന്റെ പുറത്തെടുത്ത് ഉറക്കുവാണല്ലേ? ഇല്ല, ഞാൻ സ്വയമായി കിടന്നുറങ്ങിയതാണ്. അഥവാ കള്ളന്മാർ ഈ സൂട്ട് കേസ് മോഷ്ടിക്കാനേ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ ചാടി എണീക്കും. കിറ്റി, നീ നമ്മുടെ ബണ്ണിയെ പോലെ വലിയ ഇന്റലിജന്റ് ആണല്ലോ. എന്നാ നീ ഇവിടെ കിടന്നുറങ്ങിക്കോ, ഞങ്ങൾ അകത്ത് കിടന്നുറങ്ങിക്കോളാം. കള്ളം വന്നു കഴിഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞാ മതി. എടാ, ഞങ്ങൾ ഇന്റലിജന്റ് ആണ്, പക്ഷെ നീ കഴുതയാണ്. നമ്മളിവിടെ ഉറങ്ങാൻ വേണ്ടി വന്നതല്ല, ഈ കാശ് സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ദൈവത്തോർത്ത് നിങ്ങൾ എന്നോട് അല്പം കരുണ കാണിക്കണേ. വേറെ ഒന്നും ചെയ്യല്ലേ. ആ കാശ് മാത്രം ഒന്ന് നോക്കിക്കോണേ. അടികൈ. ഇതിൽ 100 കോടി തികച്ചുണ്ടല്ലോ. ഇത് ഞങ്ങളുടെ കയ്യിലായിരുന്നെങ്കിൽ ഞങ്ങളൊരു വലിയ ബംഗ്ലാവ് ഉണ്ടാക്കിയേനെ. 4 ചുറ്റിനും ജോലിക്കാരും ഉണ്ടായിരുന്നേനെ. ജോലിക്കാരോട് പറയുന്ന സമയത്ത് അവർ ഇഷ്ടമുള്ള ഭക്ഷണം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നേനെ. ബംഗ്ലാവിന്റെ അടുത്ത് തന്നെ ഒരു ചോക്ലേറ്റിന്റെ ഫാക്ടറി ഉണ്ടാക്കിയേനെ. ചില സമയങ്ങളിൽ സുന്ദരമായ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യങ്ങളെക്കാൾ കൂടുതൽ സന്തോഷം നൽകും. അങ്ങനെ സ്വപ്നം കാണണ്ട. ഈ പൈസ ഖന്നാ സാറിന്റെ മാത്രമാണ്. പിന്നെ നിങ്ങൾ ഇതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പുറത്താരാണ്? എന്റെ കളിക്കൂട്ടുകാരനായിരുന്നു കണ്ണൻ. പുറത്ത് 100% കള്ളനാണ്. അടികൈ വേണ്ട, ഇപ്പൊ തൽക്കാലം നമുക്ക് കള്ളനെ അടിക്കാം. സംശയമുണ്ടോ? കള്ളന് നല്ല വലിപ്പം ഉണ്ടെങ്കിലോ? നിനക്കെന്താ പേടിയാണോ? ഇല്ല, എനിക്ക് പേടിയൊന്നുമില്ല. എനിക്ക് ചെറിയൊരു ഭയം മാത്രമേ ഉള്ളൂ. അയ്യോ, ഞാനില്ലേ, നീ പേടിക്കണ്ട. വേഗം വാ. വേഗം വാ. ഹണി, നീ എവിടെ നിൽക്കേ? പുറത്തുള്ള ഒരു പ്രശ്നക്കാരാണെങ്കിലോ? ഏയ് ഇല്ലില്ല, ഞാനൊരു ബെസ്റ്റ് ഫൈറ്റർ ആണ്. പക്ഷെ ബെസ്റ്റ് കഴുതയും നീ തന്നെയല്ലേ? അതെ, അത് ഞാൻ ഓൾറെഡി ആണല്ലോ. ശക്തി കൊണ്ട് എല്ലാ ഇടങ്ങളിലും ജയിക്കാൻ പറ്റില്ല നമുക്ക്.
ചിലയിടങ്ങളിൽ ബുദ്ധിശക്തിയുടെ ആവശ്യവും വരാറുണ്ട്. സംശയമുണ്ടോ? ജ്ഞാനിയായ പോപ്പട്ടെ, അങ്ങ് ആവശ്യമുണ്ടെന്നുള്ള സ്പെല്ലിംഗ് പറയാമോ? അത് ഈ സ്പെല്ലിങ്ങിലൊക്കെ എന്താ ഇരിക്കുന്നത്? ഫീലിങ്സ് മതി, ഫീലിങ്സ്. അയ്യോ, അതിന്റെ അർത്ഥം ഞാൻ അകത്തന്നെ നിന്നാ മതി എന്നാണോ? ഹണി, നീ ശരിക്കും ബെസ്റ്റ് ആണ്. അതുകൊണ്ടാണ് നിന്നെ ഇവിടെ നിർത്തുന്നത്. കള്ളൻ അകത്തെങ്ങാനും വന്നു കഴിഞ്ഞാൽ നീ ആ സൂട്ട് കേസ് നോക്കിയാ മതി. ഞങ്ങൾ എല്ലാരും പുറത്തെ കാര്യം നോക്കിക്കോളാം. ഓ, അത് ശരി, എനിക്ക് എല്ലാ കാര്യം മനസ്സിലായി. എന്നാ പിന്നെ ശരി, ഞാൻ അകത്ത് തന്നെ നിന്നോളാം. കിറ്റി, നീ ശരിക്കും ഒരു ഇന്റലിജന്റ് തന്നെയാണ്. കിറ്റിയെ നമുക്ക് പിന്നീട് പ്രശംസിക്കാം. ഇപ്പൊ വാ, നമുക്ക് പുറത്തു പോയി ആരാണെന്ന് നോക്കാം. കള്ളന്റെ പണം കിട്ടുന്നുണ്ടോ നിനക്ക്? അല്ല, ഇത് മട്ടർ പനീറിന്റെ സാറിന്റെ വീട്ടാണ് ഉണ്ടാക്കുന്നത്. എടാ തീറ്റ പ്രാന്ത, ആദ്യം കള്ളനെ പിടിക്ക്, പിന്നെ നിനക്ക് മട്ടൻ പനീറല്ല തന്തൂരി ചിക്കൻ വരെ മേടിച്ചു തരാം. ബെസ്റ്റിന് തന്നെയാണ് ബെസ്റ്റ് ജോലികൾ തരുന്നത്. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. വേണ്ട നിൽക്കുന്നു. വില കൂടുകയും കുറയുകയും ചെയ്യുന്ന സാധനം പൊന്നാണ്. എല്ലാരും ചേർന്ന് അറ്റാക്ക്. ഈ കള്ളൻ വളരെ വലുതാണ്. അയ്യോ, അയ്യോ, കന്നാസാറിനെ അല്ല, ആ കള്ളനെ ഇടിക്കേ. ഇതാരാണ്? ലോക്കപ്പിൽ കള്ളന്മാരെ ഇട്ടിരിക്കും പോലെ എന്തിനാണ് എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? ഒന്ന് നിർത്തൂ, ഇല്ലെങ്കിൽ ഡോക്ടറിന് മറ്റൊരു ഡോക്ടറിന്റെ ആവശ്യം വന്നേക്കും. എന്റെ മുതുകെന്ന ചവന്യപ്രാശത്തിൽ നിങ്ങളുടെ കൈയെന്ന സ്പൂണ് കൊണ്ട് വല്ലാതെ അങ്ങ് അമക്കി കളഞ്ഞു. ഇവിടെ ഒരു ഞാനതിന് പ്രതികാരം ചെയ്യും. എല്ലാവരുടെയും കൈയും കാലും കെട്ടിക്കൂട്ടി ഞാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടും. ഇവിടെ വരൂ. ചില സമയങ്ങളിൽ നല്ല തല്ല് കൃത്യസമയത്ത് കിട്ടുന്നതിനേക്കാൾ ഭയാനകമായിരിക്കും. സംശയമുണ്ടോ? ഡോക്ടർ ബാലു, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോഫിക്ക് ഞാൻ പഞ്ചസാര വാങ്ങാൻ വന്നതാണ്. അതേസമയം കിട്ടിയ അവസരം മുതലാക്കി നിങ്ങൾ എല്ലാവരും കൂടി എന്നെ തല്ലിച്ചതച്ച് കഷായം കുടിക്കേണ്ട അവസ്ഥയിലേക്ക് ഇപ്പോ എത്തിച്ചിരിക്കുകയാണ്. നിങ്ങൾ പഞ്ചസാര എടുക്കാൻ വന്നതാണെങ്കിൽ ജനലിന്റെ അടുത്ത് നിന്ന് എന്തിനാ പരിങ്ങിയത്? വെറുതെ തലയിട്ട് അധികം പുകയ്ക്കണ്ട. ഞാനിവിടെ വന്ന് ആദ്യം ഡോർ ബെൽ അടിച്ചതാണ്. ശബ്ദം കേൾക്കാത്തത് കൊണ്ട് ജനലിലൂടെ എത്തി നോക്കിയതാണ്. അകത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എന്റെ ചെറിയമ്മയുടെ മോളുടെ നിക്നെയിമാണ് ചിന്നു. ആരും വരാറില്ലല്ലോ, അതുകൊണ്ട് ഡോർബെൽ ഓഫ് ആക്കിയിരിക്കായിരുന്നു. വരൂ, ഞാൻ നിങ്ങൾക്ക് പഞ്ചസാര എടുത്തു തരാം, അതോടൊപ്പം കോഫിയും ഇട്ട് തരാം. ഇത്രയും ഇടികിട്ടിയ സ്ഥിതിക്ക് ഇനി കോഫിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മഞ്ഞളിട്ട പാല് കുടിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. അതെന്തായാലും എന്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതലുണ്ട്. അല്ല, ഈ ഹണി എങ്ങോട്ട് പോയി? അതില് മികച്ച ചോദ്യം സ്യൂട്ട് കേസ് എവിടെ പോയി എന്ന് ചോദിക്കുന്നതായിരിക്കും. അയ്യോ, ഇനി കള്ളന്മാര് രണ്ടും ചേർത്താന്നോ കൊണ്ടുപോയത്? അയ്യോ ഇല്ല, എറണാകുളത്തെ മനോഹരമായ ബീച്ചാണ് ചെറായി. നമ്മൾ ഡോക്ടർ ബാലുവിനോട് സംസാരിക്കുന്ന സമയം കൊണ്ട് കള്ളൻ ആ സൂട്ട് കേസ് കൊണ്ടുപോയി. അയ്യോ. ഹണി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കണ്ടിട്ട് ഹണിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കാണാതായിരിക്കുന്നത് സൂട്ട് കേസ് ആണ്. കാണാതായതൊന്നും അല്ല, ഞാൻ മാറ്റിയതാണ്. എന്താ? ചെടി സൂക്ഷിക്കാൻ നമ്മൾ ഒരു ആടിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആട് ആ ചെടി തിന്നുന്നതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. സംശയമുണ്ടോ? അതിനിപ്പോ ആട് ഏത് ചെടിയാ തിന്നത്? എന്റെ വിശപ്പ് പോലും ആവിയായി പോയി. എടാ, സൂട്ട് കേസ് എവിടെയാണ്? അത് ഞാൻ സ്റ്റോർ റൂമിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കള്ളൻ എല്ലായിടത്തും അന്വേഷിക്കും, പക്ഷെ സ്റ്റോർ റൂമിലുള്ള കബോർഡിൽ മാത്രം അന്വേഷിക്കില്ല. എടാ കഴുതേ, ഇനി നമ്മൾ രാത്രി മുഴുവൻ സ്റ്റോർ റൂമിലാന്നാ കാവലിരിക്കാൻ പോകുന്നേ. ഇനി നമ്മൾ ആ പെട്ടിക്ക് കാവലിരിക്കേണ്ട ഒരാവശ്യവും ഇല്ല. നീ ഒരുപാടൊന്നും സംസാരിക്കണ്ട, വേഗം പോയിട്ട് ആ സൂട്ട് കേസ് അവിടെ നിന്ന് എടുത്തോണ്ട് വാ. ഓക്കേ. ക്യാഷ് ഇവിടെ? അതിന് നീ കാശല്ലല്ലോ, സ്യൂട്ട് കേസ് കൊണ്ടുവരാനല്ലേ എന്നോട് പറഞ്ഞത്. പക്ഷെ സൂട്ട് കേസിനകത്ത് കാശുണ്ടായിരുന്നല്ലോ. സ്റ്റേഡിയത്തിലെ ഫുട്ബോൾ മാച്ച് കണ്ട ആൾക്കാരെല്ലാം ആർപ്പൊളിച്ചു. സൂട്ട് കേസ് മാത്രമുണ്ട്, കാശ് മൊത്തം മോഷണം പോയേ. അയ്യോ, കാശൊന്നും മോഷണം പോയിട്ടില്ല, അതൊക്കെ അകത്തുണ്ട്, സ്റ്റോർ റൂമിന്റെ അകത്ത്. നീ കഴുത.
പമ്പര വിട്ടി. ഇതൊന്നും അല്ലെന്നല്ലേ? ആണ്, ഞങ്ങൾ എത്രത്തോളം വിചാരിച്ചിരുന്നോ അതിലൊക്കെ കൂടുതലാണ് നീ. നമ്മളെല്ലാരും ഇവിടെയാണ്. സ്റ്റോർ റൂമിൽ നിന്ന് കാശെങ്ങാണ്ട് മോഷണം പോയാലോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. വേണമെങ്കിൽ വന്ന് നോക്ക്, മുഴുവൻ കാശ് സേഫ് ആണ്. മാത്രമല്ല കള്ളനാ കാശ് മോഷ്ടിക്കാനേ പറ്റില്ല. നീ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? എല്ലാ കാശെടുത്ത് ഞാൻ താഴെ വിതറിയിട്ടു. കള്ളം മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞാ ഇതൊക്കെ പെറുക്കിയെടുക്കാൻ ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും എടുക്കും. മാത്രമല്ല രാവിലെ തന്നെ കന്ന സാറേ ഈ കാശ് മുഴുവൻ ബാങ്കിൽ കൊണ്ട് ഇട്ടോളുന്നേ. ഇപ്പൊ പറ എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? ഐ എം വെരി ഇന്റലിജന്റ്. എന്റെ വെല്ലുവിളിയാ, നിനക്കില്ലാത്ത സാധനം എന്തിനാ വെറുതെ യൂസ് ചെയ്യാൻ നിൽക്കുന്നേ? നാട്ടിലെ ജനങ്ങളുടെ ദുരിതം ഇനി എങ്ങനെ തീരും? നിൽക്ക്, ചിലപ്പോ എലി നോട്ട് മുഴുവൻ കാർന്ന് തിന്നെന്ന് വരും. എടാ, കവിത ചൊല്ലിയതിന് കൈയടിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ പോയി ആ എലിയെ ഓടിക്കാൻ നോക്ക്. നിങ്ങളുടെ കവിത കേട്ടല്ലേ ഞങ്ങൾ കൈയടിച്ചത്. എല്ലാരും കൈയടിച്ചാൽ ആ എലി ഓടുമെന്ന് വിചാരിച്ചിട്ടാണ്. ആ നോട്ടുകളെ ഒന്നും ചെയ്യല്ലേ എന്റെ പ്രിയപ്പെട്ട എലിക്കുട്ടാ. നീ നല്ലവനാണ്, സ്നേഹമുള്ളവനാണ്, അടിപൊളിയാണ്. സത്യം പറഞ്ഞ നീ ഒരു എലിയേ അല്ല. അപ്പൊ പിന്നെ ഞാനാരാ? നീ ഒരു പുലിയാണ്, പുലി. ഞാനൊരു പുലിയാണ്. പിന്നൊരു കാര്യം, പുലി നോട്ട് തിന്നാറില്ല. അതുകൊണ്ട് ആ നോട്ടുകളെ ഒന്നും ചെയ്യരുതേ, ദൈവത്തെ ഓർത്ത്. ഇതിനെയാണ് കലികാലം എന്ന് പറയുന്നത്. ഒരു പൂച്ച ഒരു ചുണ്ടലിയെ പരസ്യമായി പൊക്കി പറയുന്നു. സംശയമുണ്ടോ? അതേ കൊച്ചളിയ, ആദ്യം ഒന്ന് വായടക്കേ, എന്നിട്ട് അവനെ പിടിക്കേ. ഓ അത് ശരി, ഓടിത്തിട്ട് കളിയാണോ? ഇതിൽ ഞാൻ ഇതുവരെയും തോറ്റു കൊടുത്തിട്ടേ ഇല്ല. ഞാൻ ഔട്ടായി. ഇനി നിങ്ങളെല്ലാരും ഓടിക്കോ, ഞാൻ ഓടിച്ചിട്ട് പിടിക്കാം. ഓക്കേ. ഇവൻ കഴുതിയാണ്. അതെ, പക്ഷെ നീ ഇന്റലിജന്റ് ആണല്ലോ. എന്നാ നമുക്ക് ഡീൽ ചെയ്യാം. നീ ആ നോട്ടിക്കതാ, ഞങ്ങൾ നിന്റെ മാളത്തിലേക്ക് വിടാം. ഡീൽ. ആദ്യമായാണ് ഒരു ചുണ്ടലി ഇത്രയും പൂച്ചകളെ ഒരുമിച്ച് തോൽപ്പിക്കുന്നത്. എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ ഈഗോ തൊട്ട് കളിച്ചാലുണ്ടല്ലോ ശരിക്കും വിവരം അറിയും. നേരം വിളിക്കാറായി. വേഗം നോട്ടുകളെല്ലാം കെട്ടുകളാക്കി സൂട്ട് കേസിൽ അടുക്കണം. കന്ന സാർ. ആഹാ, താനെന്തായാലും വന്നാ നന്നായി. അടികൈ. അയ്യോ കുട്ടികളെ, എന്റെ കവിത അത്രയ്ക്ക് മോശമായിരുന്നോ? ഇത് ഇങ്ങനെയൊക്കെ കൊണ്ടുപോവാണോ? കാശ് എങ്ങനെ കുറഞ്ഞു പോയാലോ? കാശ് കൊടുത്താലും വാങ്ങിയാലും 2 തവണയെങ്കിലും എണ്ണി നോക്കണമെന്ന് മേഡം പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ സ്യൂട്ട് കേസ് തുറന്നിട്ട് എണ്ണി നോക്ക്. അല്ല, അത് പിന്നെ മിഷൻ ഇല്ലാതെ ഇത്രയും കാശ് എങ്ങനെയാ എണ്ണുന്നത്? കഴിച്ചിട്ട് കുട്ടികളെ വലിച്ചെറിയും മാങ്ങാണ്ടി. മുഴുവൻ കാശുമുണ്ട്, അതിന് ഞാനാണ് ഗ്യാരണ്ടി. കൈയടിച്ചോണ്ട് തന്നെ തിരിച്ചു പോയിക്കോളൂ. സാർ, ഇനി ഒരിക്കലും ബാങ്കിലുള്ള കാശ് വീട്ടിലേക്ക് കൊണ്ടുവരരുത്. ആ സത്യം പറഞ്ഞാൽ അപകടങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തേണ്ട ഒരാവശ്യമില്ല ഖന്ന സാറേ. സംശയമുണ്ടോ? മഴയത്ത് മാവിൽ നിന്ന് ഒടിഞ്ഞു പോയി ഒരു ചില്ല. രാത്രി മുഴുവൻ ഞാൻ ഒരുപോലെ കണ്ടടച്ചിട്ടില്ല. അടികൈ. ഏയ്, നിങ്ങളാരും എന്താ കൈയടിക്കാത്തത്?